ഇതാണ് നമ്മുടെ ഫിലിപ്സിൻ്റെ എഗ്ഗ് ബോയിലർ അല്ലെങ്കിൽ എഗ്ഗ് കുക്കർ എന്നൊക്കെ പറയാവുന്ന ഒരു മോഡലാണ്. 3000 സീരീസിൽ വരുന്ന ഒരു കുക്കർ, 400 വാട്ടിൻ്റെ ഒരു മോഡലാണ് കേട്ടോ, ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഇതുപോലെ എഗ്ഗ് ബോയിലർ നോക്കുകയാണെങ്കിൽ കുറേ ബ്രാൻഡുകളുടെ ഉണ്ട്. അത് കുറേ എണ്ണം ഈ ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ടെല്ലാം ഇവർ റീബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരേ മോഡലിൽ കുറേ ബ്രാൻഡുകൾ കാണാൻ പറ്റും. അപ്പം നല്ല ക്വാളിറ്റി സാധനം വാങ്ങിക്കാൻ നോക്കുക. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് നമ്മുടെ ലൈഫ് ലോങ്ങിൻ്റെയോ അതിന് ഏതാണ്ട് പറഞ്ഞാൽ നമ്മൾ മുമ്പ് അൺബോക്സിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയും എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര മോശമാണ്. പക്ഷേ പറയുമ്പോൾ അതിന് 600 രൂപ സംഭവം ഉള്ളൂ. ഇതിനാകുമ്പോൾ നമുക്കൊരു 1500 രൂപ വരും. അതാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ എനിക്കത് ഉപയോഗിക്കുമ്പോൾ അത്ര അങ്ങോട്ട് സേഫ്റ്റി തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ ചൈനീസ് സാധനങ്ങൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സേഫായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനിത് വാങ്ങിച്ചാണ് കേട്ടോ, അത് ആമസോൺ വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ കുക്കർ 3000 സീരീസ് കാണാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 400 വാട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് പോച്ച് ചെയ്യാനും പറ്റും, ബോയിൽ നോർമൽ നമ്മുടെ പുഴുങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോക്സ് വരെ ഫുൾ ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സ് തന്നെയാണ് കേട്ടോ. കുക്കർ 2000 രൂപയാണ് MRP കാണാനൊക്കെ. 1500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ കിട്ടുക കേട്ടോ. മെയ്ഡ് ഇൻ ചൈന അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ബ്ലാക്ക് കളർ മോഡലാണ്, ആകെ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ടിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക മാനുവലി ആപ്പ് സപ്പോർട്ട് എങ്ങനെയെന്ന് പറയേണ്ടവർ. ആപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കേട്ട് ആപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ ഇതെന്താ അതുപോലെ തന്നെ അവരുടെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ. ഫിലിപ്സിന് ഇവിടെ സർവീസ് സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ. തൃശ്ശൂരായാലും എറണാകുളമായാലും ബാംഗ്ലൂർ പിന്നെ എല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. അത് അത്യാവശ്യം കുട്ടി സാധനമാണ് കേട്ടോ. ഞാനിത് ഇതിൻ്റെ കേസൊക്കെ ഒന്ന് മാറ്റാം. നിലത്ത് വീഴുമോ എനിക്ക് നല്ല സംശയമുണ്ട്. അതിൽ വെയിറ്റൊന്നും ഇല്ല കേട്ടോ. വെയിറ്റൊക്കെ സാധാരണ വെയിറ്റ് തന്നെ ഉള്ളൂ. അങ്ങനെയാണ് സംഭവം. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ബോക്സ് കാലിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ബോക്സ് ആവില്ല. ഇവരുടെ എല്ലാം ഈ യൂസ്ഡ് ആയിട്ടുള്ള ബോക്സ്, അതായത് റീസൈക്കിൾഡ് ബോക്സ് വെച്ചിട്ടാണ് ഇവർ ഫുൾ ഇതുപോലെ പാക്കിങ്. നമ്മളിപ്പോൾ 2 ദിവസം മുമ്പ് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു മിക്സി, ഇവരുടെ ഹെവി ഡ്യൂട്ടി മിക്സി നമ്മൾ ചെയ്ത് ഫിലിപ്സിൻ്റെ തന്നെ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് കേട്ടോ. നല്ല കുട്ടി സാധനമാണ്. നമുക്ക് പടത്തിലൊക്കെ കാണുമ്പോൾ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് വിചാരിക്കും. പക്ഷേ ഇത് സൈസൊന്നും ഇല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ പൂരാണ്. അപ്പോൾ ഇതാണ് വയർ. ഇതാണ് നമുക്ക് 2 മോഡാണ് വരുന്നത്. 2 ഹീറ്റിംഗ് മോഡ് വരുന്നുണ്ട്. അല്ല സോറി, ഒരെണ്ണം ഉള്ളത് ഓഫാണ്, ഇത് 1 ആണ്. പിന്നെ ലൈറ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ട്രേ വരുന്നത്. പിന്നെ ഇതതിൻ്റെ വെള്ളമാണ്. ഇതിൽ വളർന്നിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ, അത് മറക്കരുത്. ഇതിൽ വളർന്നിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. ചുമ്മാ അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എഗ്ഗ് ഓവർ ബോയിലിംഗ് ഒക്കെ ആവും. അതുപോലെ തന്നെ അതിൻ്റെ ട്രേ, ഇത് നമ്മുടെ എന്താ പറയുക പോച്ച് ചെയ്യാനുള്ള ട്രേ ആണ്. കണ്ടോ, ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. ഇതാണ് നമ്മുടെ എഗ്ഗ് വെക്കാനുള്ള ട്രേ. ഇതിൻ്റെ ഉള്ളിലാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് കുത്തുക, ഓൺ ചെയ്യുക, ഓട്ടോമാറ്റിക് ഓഫാണ്, ഒരു പരിപാടിയും വേണ്ട. ഓൺ ചെയ്യുക തന്നെ, അത് വെള്ളം വറ്റുമ്പോൾ അല്ലെങ്കിൽ എഗ്ഗ് ഓക്കെ ആകുമ്പോൾ സാധനം കട്ട് ഓഫ് ആയിക്കോട്ടെ, ഓഫ് ആയിക്കോളും. എന്നിട്ട് നിങ്ങളെടുത്ത് കഴിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ അത് ക്വാളിറ്റി ഒക്കെ കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ മുമ്പ് ഇതിൻ്റെ ലൈഫ് ലോങ്ങിൻ്റെയും എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ആമസോണിൽ കാണിച്ചു തരാം. അപ്പോൾ ആമസോണിൽ നിങ്ങൾ നോക്കുകയാണെങ്കിലേ ഈ സെയിം മോഡലിൽ കുറേ ബ്രാൻഡുകളുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതേപോലെ ഇത് അത് പോട്ടെ, ഈ സാധനം കണ്ടോ, ഈ മിൽട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. മിൽട്ടൻ്റെ തന്നെ ഇത് ഈ സെയിം മോഡൽ തന്നെ കുറേ ബ്രാൻഡുകൾക്ക് ഉണ്ടായിരിക്കും. ലൈഫ് ലോങ്, ഇപ്പോൾ എന്താ അവിടെ പോയ അവിടെ തന്നെ കാണാം. ഇതാ കണ്ടോ, ഇത് മിൽട്ടൻ്റെ. ഇതാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഫിലിപ്സിൻ്റെ. കണ്ടു, മിൽട്ടൻ്റെ, കെൻഡിൻ്റെ, ഇതെല്ലാം ഒരേ സാധനമാണ്. അപ്പോൾ ഒരേ സാധനവന്മാർ വാങ്ങിച്ചിട്ട് ചുമ്മാ ബ്രാൻഡിങ് അടിച്ച് കൊടുക്കുന്ന പരിപാടിയാണ് അവർ കുറേ മിക്ക ബ്രാൻഡുകളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതേ മോഡലിലേക്ക് പോകേണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി. പിന്നെ ഫിലിപ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതും പറയുമ്പോൾ അവരുടെ ചൈനീസ് സ്ഥാനത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തൊക്കെ എന്താണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആപ്പിളും ഇപ്പോൾ ആപ്പിൾ കുറേ ഇന്ത്യയിലേക്ക് ആക്കി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ മെയിൻ മാനുഫാക്ചർ ഹബ്ബ് ചൈനയിലാണ്. അതുകൊണ്ടാണ് ഈ മെയ്ഡ് ഇൻ ചൈന വരുന്നത്. അല്ലാണ്ട് ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് ചെയ്തതല്ല. അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, വലിയ ബ്രാൻഡുകൾ അങ്ങനെ ചില പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിലിപ്സിന് അങ്ങനെ മിക്ക പ്രോഡക്റ്റ്സും ഇല്ല കേട്ടോ. 99% ഇവരുടെ എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമാണ് ഇവരെയും ചിലത് ഇമ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല, അതാണ് സംഭവം കൊണ്ട്. ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടോപ്പ് നോച്ച് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇതിൻ്റെ താഴ്ഭാഗം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം.